ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ലോകം മടങ്ങുകയാണ്. പ്രതിസന്ധികളുടെ നടുവിലൂടെ ലോകം മുന്നോട്ട് പോകുമ്പോൾ പരിഹാരത്തിന് വേണ്ടി അലയുന്ന ലോകത്തിൻ്റെ മുമ്പിൽ ആകെയുള്ളൊരു പ്രതീക്ഷ, പ്രതിസന്ധികളുടെ കൂമ്പാരങ്ങൾക്ക് മുമ്പിൽ മുസ്ലിം ഉമ്മത്തിന് പ്രത്യേകിച്ചുമുള്ള പ്രതീക്ഷ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കുള്ള മടക്കമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മടങ്ങലല്ലാതെ ഇരു ലോകത്തിൻ്റെയും വിജയത്തിന് മറ്റൊരു മാർഗവുമില്ല. ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 23 വർഷക്കാലത്തെ ഔദ്യോഗികമായ ജീവിതം ഈ ഭൂമുഖത്ത് ജീവിച്ചപ്പോ ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ, മരണത്തിന് ശേഷം വരാനിരിക്കുന്ന പാരത്രികമായ ലോകത്തുള്ള എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം തന്നുകൊണ്ടാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ 63ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ഇന്ന് വൈദ്യശാസ്ത്രം വലിയ പുരോഗതിയിലെത്തിയ കാലമാണ്. വൈദ്യശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. അവർ വലിയ വലിയ സർജറികൾ നടത്താനുള്ള സംവിധാനങ്ങളിലെത്തിയിട്ടുണ്ട്. വലിയ വലിയ രോഗങ്ങൾക്ക് ചികിത്സ കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും അതിൻ്റെ വിശാലമായ ചികിത്സാ സംവിധാനങ്ങളിലേക്ക് ഇന്നത്തെ മെഡിക്കൽ സംവിധാനങ്ങൾ വളർന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് മനുഷ്യനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ, ഷുഗർ വന്നാലും പ്രഷർ വന്നാലും കൊളസ്ട്രോൾ വന്നാലും അവൻ്റെ നിത്യരോഗങ്ങൾക്കും അവൻ്റെ ജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ രോഗങ്ങൾക്കും പരിഹാരം തേടിക്കൊണ്ട് ആധുനിക വൈദ്യശാസ്ത്രത്തെ സമീപിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനോട് നിർദ്ദേശിക്കുന്ന ഏറ്റവും വലിയ മരുന്നെന്താണ്? കഴിക്കാനുള്ള ഗുളികകൾ കൊടുക്കുന്നുണ്ട്, സർജറികൾ നിർദ്ദേശിക്കുന്നുണ്ട്. അതൊന്നും യഥാർത്ഥത്തിൽ രോഗത്തിനുള്ളൊരു മരുന്നല്ല, കേവലം ചില പ്രതിവിധികൾ മാത്രമാണ്. എന്നാൽ ഇന്നത്തെ ഡോക്ടർമാർ മുഴുവനും മനുഷ്യനോട് പറയുന്നത് അവൻ്റെ ഷുഗർ മാറാനും പ്രഷർ മാറാനും കൊളസ്ട്രോൾ നിയന്ത്രണ വിധേയമാകാനും ഒക്കെ അവനോട് നിർദ്ദേശിക്കുന്ന ഏറ്റവും വലിയ കാര്യം നല്ല വേഗത്തിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം നല്ല ഉഷാറിൽ നടക്കാനാണ്. ഇന്നത്തെ ഏറ്റവും വലിയ മരുന്നതാണ്. അതുകൊണ്ട് രാവിലെ നമ്മൾ ഇറങ്ങിയാൽ കാണാം NH-ലൂടെ, റോഡിലൂടെ ഒരുപാട് ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാൻ. അവൻ്റെ കൊളസ്ട്രോളും മാനസികമായ സമ്മർദ്ദങ്ങൾ എല്ലാം മാറാനുള്ള പരിഹാരമാണ്. നിങ്ങൾ നോക്കൂ, അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാന്മാരായ സ്വഹാബത്ത് കടന്നു വന്നു. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഞങ്ങൾ ഹബീബായ തങ്ങളുടെ അടുക്കൽ ചെന്നുകൊണ്ട് ഞങ്ങളുടെ ആരോഗ്യത്തിന്റെ ളുഅഫിനെ കുറിച്ച്, ശാരീരികമായ ബലഹീനതയെക്കുറിച്ച് ഞങ്ങൾ പരാതി ബോധിപ്പിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് നിർദ്ദേശിച്ചത് അലൈക്കും ബിന്നസ്ൽ, നിങ്ങൾ വളരെ വേഗതയിൽ നടക്കുക എന്നാണ്. നല്ല സ്പീഡിൽ നടക്കാൻ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചുവെന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് സൂറത്തു യാസീനിന്റെ തഫ്സീറിൽ കാണാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വൈദ്യശാസ്ത്രം രോഗശമനത്തിന് വേണ്ടി നിർദ്ദേശിക്കുന്ന മരുന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മരുന്നാണ്. നമ്മുടെ പ്രതിസന്ധിയുടെ പരിഹാരം ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങൾക്കുമുള്ള പ്രതിവിധിയായി പഠിപ്പിക്കപ്പെടുന്നത്, കോവിഡ് രോഗം പകർന്നു പിടിച്ചപ്പോൾ ഡോക്ടർമാർ നമ്മളോട് നിർദ്ദേശിച്ച, ആരോഗ്യ സംഘടനകൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ കോവിഡ് വരുന്നതിൻ്റെ മുമ്പ് തന്നെ മനുഷ്യന്റെ പ്രതിരോധത്തിന് വേണ്ടി വുളൂഇലൂടെ, നിസ്കാരത്തിലൂടെ, മറ്റുള്ള അംഗശുദ്ധിയിലൂടെ, നിത്യവും 5 തവണയെങ്കിലും സുന്നത്തായി പല്ല് തേക്കുന്നതിലൂടെ, ഇതിലൂടെയൊക്കെ പഠിപ്പിച്ച കാര്യമാണ്. ഇങ്ങനെ ഈ ലോകത്തെ എല്ലാ പ്രതിസന്ധികൾക്കും ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പരിഹാരം തന്നിട്ടുണ്ട്. മുത്തുനബി തങ്ങൾ പരിഹാരം തരാത്ത ഒരു പ്രശ്നവും കടന്നുപോയിട്ടില്ല.